ഹലോ, ഇന്നത്തേത് ഞാനൊരു ദിവസത്തെ നോമ്പെടുത്തതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് ദോശയാണ് എനിക്ക് കഴിക്കാനുണ്ടാക്കിയിരുന്നത്. ഇത് മോൾക്കും ഹസ്ബൻഡിനും വേണ്ടി ഇഡ്ഡലി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പീനട്ട് ബട്ടറും ദോശയും കൂടിയാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് ഞാൻ വിളക്ക് കൊളുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുകയാണ്. 4:45 ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുട്ട പുഴുങ്ങിയതും കൂടിയാണ് അതിൻ്റെ കൂടെ കഴിക്കുന്നത്. അതും കൂടി കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ചതിന് ശേഷം പിന്നെയും ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. 5 മണിയൊക്കെ ആകുമ്പോൾ പിന്നെയും ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ രാവിലെ എണീച്ച് നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും ഉച്ചക്കേക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നോമ്പ് മുറിക്കാനുള്ള ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെൻഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ സാൻഡ്വിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ പത്തലാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും സാൻഡ്വിച്ച് കഴിക്കുമ്പോഴേക്കും എൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പത്തലും കൂടി ഉണ്ടാക്കി. അപ്പോൾ ഒരു 6:45 നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയെന്ന് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വെള്ളമായിരുന്നു എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത്. എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ടാണ് ഞാൻ സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബാങ്കിൻ്റെ സമയം ഇവിടെ ബാങ്ക് വിളിയൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു 6:45 ആകുമ്പോഴാണെന്ന് പറഞ്ഞു. ഞാൻ കറക്റ്റ് 6:50 ആകുമ്പോഴാണ് നോമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കഴിക്കുമ്പോഴന്നെ ശരിക്കും വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ കുടിക്കുമ്പോഴേക്കന്നെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കിയതല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഞാൻ ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിക്കുകയാണ്. ഉച്ചക്കേക്ക് ഉണ്ടാക്കിയതാണ് ചിക്കൻ കറി. അപ്പോൾ ഞാൻ ടേസ്റ്റൊന്നും നോക്കാണ്ട് ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും ഉപ്പിൻ്റെ കാര്യം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് കൺഫേം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഏകദേശം ഇട്ടിട്ട് ആക്കിയതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.